ഇൻഫോസ്ഫെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാഹന ഉടമകൾക്കും ഡ്രൈവർമാർക്കും വലിയ ആശ്വാസം നൽകിക്കൊണ്ട് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ നിർണായകമായ 20 മാറ്റങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി RTO ഓഫീസുകളിലെ തിരക്ക് കുറയ്ക്കാനും അഴിമതി ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പരിഷ്കാരങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി സംബന്ധിച്ച പുതിയ ഇളവാണ്. സാധാരണക്കാരൻ്റെ ജീവിതം സുഗമമാക്കാനും വ്യാപാര സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ചരിത്രപരമായ ജൻവിശ്വാസ് ഭേദഗതി ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. കേന്ദ്ര വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ് അവതരിപ്പിച്ച ഈ ബിൽ 23 മന്ത്രാലയങ്ങൾക്ക് കീഴിലുള്ള 79 നിയമങ്ങളിലായി 784 ഭേദഗതികളാണ് നിർദ്ദേശിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1988 മോട്ടോർ വാഹന നിയമത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ്. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമതായി, മുമ്പ് ലൈസൻസ് കാലാവധി കഴിഞ്ഞാൽ അന്നു തന്നെ അത് അസാധുവാകുമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം കാലാവധി കഴിഞ്ഞ് 30 ദിവസത്തെ ഗ്രേഡ് പീരീഡ് അനുവദിച്ചിട്ടുണ്ട്. ഈ കാലയളവിനുള്ളിൽ പിഴയില്ലാതെ ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാനും പുതുക്കാനും സാധിക്കുന്നതായിരിക്കും. പിന്നെ രണ്ടാമതായിട്ടുള്ള കാര്യം, അത് ഏറ്റവും പുതുതായിട്ട് ലൈസൻസ് എടുക്കുന്നവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെട്ടതാണ്. ലേണേഴ്സ് ലൈസൻസിനായി RTO ഓഫീസിൽ ക്യൂ നിൽക്കേണ്ടതില്ല. ആധാർ കാർഡ് ഉപയോഗിച്ച് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. അതുപോലെ വീട്ടിലിരുന്ന് തന്നെ കമ്പ്യൂട്ടറിലോ സ്മാർട്ട് ഫോണിലോ ലേണേഴ്സ് പരീക്ഷ എഴുതാം. വിജയിച്ചാൽ ഉടൻ തന്നെ ലേണേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. മൂന്നാമതായിട്ടുള്ളത്, മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഏകദേശം 18ഓളം സേവനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ഓൺലൈനായി ചെയ്യാം. വിലാസം മാറ്റുക, ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് എടുക്കുക, അതുപോലെ NOC അപേക്ഷകൾ തുടങ്ങിയവയ്ക്ക് ആധാർ വെരിഫിക്കേഷൻ വഴി RTO ഓഫീസിൽ നേരിട്ട് പോകാതെ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. നാലാമത്തത്, അംഗീകൃത ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻ്ററുകളിൽ നിന്ന് മികച്ച രീതിയിൽ പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് RTO ടെസ്റ്റ് ഇല്ലാതെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കും. നിലവിൽ വലിയ നഗരങ്ങളിലാണ് ഈ സംവിധാനം തുടങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട്, ലൈസൻസ് കാലാവധി തീരുന്നതിനായി കാത്തിരിക്കേണ്ടതില്ല. കാലാവധി കഴിയുന്നതിന് 1 വർഷം മുമ്പ് തന്നെ പുതുക്കാനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാലാവധി കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് പുതുക്കുന്നതെങ്കിൽ വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടി വരുന്നതായിരിക്കും. അടുത്തതായിട്ടുള്ളത്, 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ലൈസൻസ് പുതുക്കുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കണം. ഇത് ഇപ്പോൾ പരിവാഹൻ പോർട്ടലിലൂടെ ഡോക്ടർമാർക്ക് നേരിട്ട് അപ്ലോഡ് ചെയ്യാം. അംഗീകൃത ഡോക്ടർമാർ ഓൺലൈനായി സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാകും. ഇനി അടുത്തതായിട്ടുള്ള മാറ്റം, ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ വാഹനം വിൽക്കുമ്പോൾ RC ബുക്ക് ഉടമസ്ഥാവകാശം മാറ്റാൻ പരിവാഹൻ പോർട്ടൽ വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. വിൽക്കുന്ന ആളിൻ്റെയും വാങ്ങുന്ന ആളിൻ്റെയും ആധാർ വെരിഫിക്കേഷൻ വഴി ഇത് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത മാറ്റം, ലൈസൻസിലെയോ RCയിലെയോ വിലാസം മാറ്റാൻ ഇപ്പോൾ ആധാർ കാർഡിലെ വിലാസം മതിയാകും. ഓൺലൈൻ അപേക്ഷയിൽ ആധാർ ലിങ്ക് ചെയ്യുന്നതോടെ പുതിയ വിലാസം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അടുത്ത മാറ്റം, പരിശോധന വേളയിൽ ലൈസൻസ്, RC, ഇൻഷുറൻസ് എന്നിവയിൽ ഒറിജിനൽ കൈവശമില്ലെങ്കിലും കുഴപ്പമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഡിജി ലോക്കർ അല്ലെങ്കിൽ പരിവാഹൻ ആപ്പിൽ കാണിക്കുന്ന ഡിജിറ്റൽ രേഖകൾ നിയമപരമായി സാധുവാണ്. അതുപോലെ ലേണേഴ്സ് ലൈസൻസ് ലഭിക്കുന്നതിന് മുമ്പ് ട്രാഫിക് നിയമങ്ങൾ, റോഡ് സുരക്ഷാ ബോധവൽക്കരണം എന്നിവയെക്കുറിച്ച് ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ക്ലാസുകളിൽ പങ്കെടുക്കണമെന്നും പുതിയ നിർദ്ദേശത്തിൽ വന്നിട്ടുണ്ട്. അടുത്തത്, രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ റിപ്പോർട്ടുമായിട്ടുള്ള ബന്ധപ്പെട്ട മാറ്റമാണ്. വാഹനം നശിപ്പിക്കുകയോ മറ്റോ ചെയ്താൽ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം 14 ദിവസത്തിൽ നിന്ന് 30 ദിവസമാക്കി ഉയർത്തി. അതുപോലെ വാഹനം വിൽക്കുമ്പോൾ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് മാറ്റുന്ന വിവരം ഇൻഷുറർക്ക് നൽകാനുള്ള സമയം 14 ദിവസത്തിൽ നിന്ന് 30 ദിവസമാക്കി ഉയർത്തി. അതുപോലെ നിസ്സാരമായ സാങ്കേതിക പിഴവുകൾക്ക് ഇനി തടവ് ശിക്ഷ ഉണ്ടാകില്ല, പകരം പിഴ മാത്രം. അതുപോലെ ശാരീരികമായോ മാനസികമായോ വാഹനം ഓടിക്കാൻ അയോഗ്യരായവർ വാഹനം ഓടിച്ചാൽ മുമ്പ് ക്രിമിനൽ ശിക്ഷയായിരുന്നു, ഇനി അത് സിവിൽ പെനാൽറ്റിയുടെ പരിധിയിൽ വരും. അതുപോലെ ആദ്യത്തെ ലംഘനത്തിലെ മുന്നറിയിപ്പ്, ആദ്യമായി നടത്തുന്ന ചില നിസ്സാര നിയമലംഘനങ്ങൾക്ക് പിഴയ്ക്ക് പകരം ഔദ്യോഗിക മുന്നറിയിപ്പായിരിക്കും നൽകാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടാവുക. അതുപോലെ RTO നൽകുന്ന പിഴകൾക്കെതിരെ കോടതിയിൽ പോകാതെ തന്നെ പരാതി നൽകാൻ പ്രത്യേക അപ്പീൽ അതോറിറ്റികൾ വരുന്നു. അതുപോലെ ഓരോ 3 വർഷം കൂടുമ്പോഴും മോട്ടോർ വാഹന പിഴകളിൽ 10% വീതം ഓട്ടോമാറ്റിക് വർധനവും ഉണ്ടാകും.
ഡിജി ലോക്കർ, പരിവാഹൻ എന്നിവയിലുള്ള രേഖകൾ ഒറിജിനലിന് തുല്യമായി പരിഗണിക്കും. ആധാർ വെരിഫിക്കേഷൻ വഴി ഓൺലൈനായി തന്നെ ലൈസൻസും RCയും വിലാസം ഒക്കെ മാറ്റാവുന്നതാണ്. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ്, NOC തുടങ്ങിയ 18 സേവനങ്ങൾക്ക് RTO സന്ദർശനം വേണ്ട ആവശ്യമില്ല. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ ലളിതമാക്കിയിരിക്കുകയാണ്. 1 വർഷത്തിനുള്ളിൽ 5 തവണയിലധികം ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരത്തുകയിൽ വർധനവും വരുത്തിയിട്ടുണ്ട്. ഇനി ചലാൻ അറിയിപ്പാണ്. നിയമലംഘനം നടന്നാൽ 3 ദിവസത്തിനകം മൊബൈലിലും 15 ദിവസത്തിനകം കത്ത് വഴിയും വാഹന ഉടമയെ അറിയിച്ചിരിക്കണം. അതുപോലെ ട്രാഫിക് ചലാനുകൾക്കെതിരെയുള്ള പരാതികൾ 30 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം. അതുപോലെ ഇത്തരം സെൻറ്ററുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.